നമസ്കാരം. ടാരോട്ട് സ്പിരിച്വൽ ഹീലിംഗിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അപ്പോൾ നമ്മൾ ഇന്ന് നോക്കുന്നത് നിങ്ങളുടെ പേഴ്സണൽ കറന്റ് എനർജി എന്താണെന്നുള്ളതാണ്. ഇതൊരു ജനറൽ റീഡിംഗ് ആണ്, ജനറൽസ് ആണ്. നിങ്ങൾ എപ്പോഴാണോ ഈ റീഡിംഗ് കാണുന്നത് അപ്പോൾ മുതലാണ് നിങ്ങൾക്ക് ഇത് വാലിഡ് ആയി തുടങ്ങുന്നത്. അതുപോലെ ഈ റീഡിംഗിൽ നിങ്ങൾക്ക് റിസണേറ്റ് ആവുന്ന കാര്യങ്ങൾ നിങ്ങൾ എടുക്കുക, അല്ലാത്ത കാര്യങ്ങൾ നിങ്ങൾ വിട്ടുകളയാം. അതുപോലെ ലവേഴ്സ് ആയിക്കോട്ടെ, ഇഷ്ടമായിട്ടുള്ള അഫെയറുള്ള ആളുകളായിക്കോട്ടെ, എല്ലാവർക്കും ഈ റീഡിംഗ് എടുക്കാവുന്നതാണ്. നിങ്ങൾക്ക് പേഴ്സണൽ റീഡിംഗ് ആവശ്യമുണ്ടെങ്കിൽ മുകളിൽ കൊടുക്കുന്ന വാട്സ്ആപ്പ് നമ്പറിൽ കോൺടാക്ട് ചെയ്യാവുന്നതാണ് കേട്ടോ. അപ്പോൾ പോസിറ്റീവ് മൈൻഡ് സെറ്റോട് കൂടി ഇരുന്നിട്ട് റീഡിംഗ് കാണാം. സിക്സ് ഓഫ് കപ്സ് എനർജിയാണ്. ഇവിടെ നിങ്ങൾ തമ്മിൽ ഒരുപാട് നാളായിട്ട് കുട്ടിക്കാലം മുതൽ അറിയുന്ന ആളുകളായിരിക്കാം, അല്ലെങ്കിൽ ഒന്നിച്ച് പഠിച്ച ആളുകളായിരിക്കാം, അതും അല്ലെങ്കിൽ വർഷങ്ങളായിട്ട് റിലേഷൻ കൊണ്ടുപോകുന്ന ആളുകളായിരിക്കാം കേട്ടോ. അതുകൊണ്ട് തന്നെ ഒരു ഡീപ്പ് ആയിട്ടുള്ള ഇമോഷണൽ ബോണ്ടിങ് ഇവിടെ കാണിക്കുന്നുണ്ട്. രണ്ടുപേരും തമ്മിൽ അപ്പോൾ അത്രയും ഒരു ഇന്റൻസ് ആയിട്ടുള്ള ഒരു ആഴത്തിലുള്ള ഇമോഷണൽ കണക്ഷൻ ഇവിടെ ഉള്ളതായിട്ടാണ് കാണുന്നത്. അതുകൊണ്ട് തന്നെ നിങ്ങളുടെ പേഴ്സൺ ആ ഒരു കണക്ഷനും ബോണ്ടിങ്ങും നിങ്ങളോട് ഫീൽ ചെയ്യുന്ന ഒരു എനർജിയാണ് കാണിക്കുന്നത്. കിങ് ഓഫ് വാൺസ് എനർജിയാണ്. ഇപ്പോൾ നിങ്ങൾ തമ്മിലൊരു അകൽച്ചയിൽ നിൽക്കുന്നുണ്ടെങ്കിൽ അവരൊരു വാശിയിലാണ് നിൽക്കുന്നത് എന്നുള്ളതാണ്. അവര് നിങ്ങളോട് എന്തെങ്കിലും ഒരു ഡിമാൻഡ് വെച്ചിട്ടുണ്ടെങ്കിൽ അത് നിങ്ങൾ അംഗീകരിക്കണം എന്നുള്ള രീതിയിൽ നിൽക്കുന്ന എനർജിയാണ് കേട്ടോ. അപ്പോൾ അവരുടെ ഒരു വാശി വിജയിക്കാൻ വേണ്ടിയിട്ട് അവർ മാറി നിൽക്കുന്ന പോലെയാണ് കാണിക്കുന്നത്. അവരുടെ ഒരു ഇന്റൻഷൻ, അവർ ആഗ്രഹിച്ച ഒരു കാര്യം നേടിയെടുക്കാൻ വേണ്ടിയിട്ട് അവർ ഈ റിലേഷനിൽ ഇപ്പൊ തൽക്കാലത്തേക്ക് ഇടുന്ന ഒരു ഡിസ്റ്റൻസ് ആയിട്ടാണ് ഇവിടെ കാണിക്കുന്നത് കേട്ടോ. ജഡ്ജ്മെന്റ് ആണ് ഇവിടെ യൂണിവേഴ്സിന്റെ ഭാഗത്ത് നിന്ന് ഈ റിലേഷനിൽ എന്തൊക്കെ ഇഷ്യൂസ് ഉണ്ടെങ്കിലും അത് സോൾവ് ചെയ്ത് പോകാൻ വേണ്ടി പറ്റുന്ന ഒരു എനർജിയാണ് കാണിക്കുന്നത്. നിങ്ങൾക്ക് ഈ ഒരു കണക്ഷൻ നിങ്ങളുടെ ലൈഫിലോട്ട് വന്നിട്ടുള്ളത് നിങ്ങൾക്ക് ഒരു സപ്പോർട്ടീവ് ആയിട്ടുള്ള ഒരു കണക്ഷൻ ആയിട്ടാണ് വന്നിട്ടുള്ളത്. ഈ റിലേഷനിൽ ഇഷ്യൂസ് ഉണ്ടാവുമ്പോൾ അതെല്ലാം നിങ്ങൾക്ക് പരിഹരിച്ച് മുന്നോട്ട് പോകാൻ വേണ്ടിയിട്ടുള്ള അവസരങ്ങളും നിങ്ങൾക്ക് യൂണിവേഴ്സ് കൊണ്ടുതരും എന്നുള്ളതാണ് കാണിക്കുന്നത്. 3 ഓഫ് സോഴ്സ് എനർജിയാണ്. ഹാർട്ട് ബ്രേക്ക് സിറ്റുവേഷൻ ആണ്. നിങ്ങൾ പേഴ്സൺ ഒരുപാട് പെയിൻഫുൾ ആവുന്ന രീതിയിലുള്ള സിറ്റുവേഷൻസ് ഈ റിലേഷൻ ഉണ്ടായിട്ടുണ്ടെന്ന് കാണിക്കുന്നുണ്ട്. ചിലപ്പോൾ നിങ്ങൾക്ക് ഉണ്ടായിട്ടുണ്ടാവുക. രണ്ടുപേരും ഒരുപോലെ വേദനിക്കുന്ന ഒരു സിറ്റുവേഷനിലൂടെയാണ് ഇപ്പൊ കടന്നു പോയിക്കൊണ്ടിരിക്കുന്നത്. രണ്ടുപേർക്കും പെയിൻ ഉണ്ട്. പക്ഷെ നിങ്ങളുടെ പേഴ്സൺ ആ ഒരു പെയിനിനെ ഒരു ഈഗോ ആക്കി മാറ്റിയിരിക്കുകയാണ്. അതായത് ആ ഒരു പെയിൻ ഉള്ളത് അവര് ഒരു വാശി ആക്കി മാറി നിൽക്കുന്ന ഒരു എനർജിയാണ്. ആ ഒരു വേദന കൊണ്ട് സത്യം പറഞ്ഞാൽ ഇപ്പോൾ ഈ റിലേഷനിൽ ഞാനായിട്ട് ഇനി ഒരു ആക്ഷൻ എടുക്കില്ല എന്നുള്ളൊരു തീരുമാനത്തിൽ നിങ്ങളെ പേഴ്സൺ നിൽക്കുന്ന എനർജിയാണ് കാണിക്കുന്നത്. എന്ന് കരുതി അവിടെ സ്നേഹം ഇല്ല എന്നല്ല, നിങ്ങൾ തമ്മിലുള്ള ആ ഒരു ഇമോഷണൽ കണക്ഷനും ബോണ്ടിങ്ങും ഒക്കെ അവിടെ സ്ട്രോങ് തന്നെയാണ്. 2 ഓഫ് സോഴ്സ് എനർജിയാണ്. ഇവിടെ നെഗറ്റീവ് തിങ്കിങ് ഭയങ്കരമായിട്ടുണ്ട്, ഓവർ തിങ്ക് ചെയ്യുന്നുണ്ട് നിങ്ങൾ എന്നാ കാണിക്കുന്നത്. ഈ റിലേഷനിൽ നിങ്ങളുടെ പേഴ്സണൽ ഭാഗത്ത് ആക്ഷൻ ഉണ്ടാവും എന്ന് നിങ്ങൾ കരുതിയിട്ടുണ്ട്. നിങ്ങൾ ചിലപ്പോൾ അങ്ങോട്ട് ചേസ് ചെയ്തിട്ടുണ്ടാവും, പക്ഷെ അവിടുന്ന് ഇങ്ങോട്ട് ഒരു റിപ്ലൈ വന്നിട്ടുണ്ടാവില്ല. അതായത് അവരുടെ ഭാഗത്തുനിന്ന് ഒരു റെസ്പോൺസ് ഉണ്ടാവില്ല. അപ്പൊ ഇവിടെ അവർ ഈഗോ പിടിച്ച് നിൽക്കാന്ന് നിങ്ങൾക്ക് മനസ്സിലാവാതെ നിങ്ങൾ ഒരുപാട് നെഗറ്റീവ് കാര്യങ്ങൾ ചിന്തിക്കുന്നുണ്ട് ഈ റിലേഷനെ കുറിച്ച്. അതായത് ഈ പേഴ്സണ് നിങ്ങളോട് ഇഷ്ടമില്ലാത്തതുകൊണ്ടാണ്, അവർക്ക് നിങ്ങളെ താല്പര്യമില്ല, ഈ റിലേഷൻ ഇവിടെ എൻഡ് ആയിപ്പോയി, അങ്ങനെ ഒരുപാട് കാര്യങ്ങൾ നിങ്ങൾ നെഗറ്റീവായി ചിന്തിക്കുന്നുണ്ട്. അത് ആ ഒരു നെഗറ്റീവ് തോട്ട് നിങ്ങൾ കൊടുക്കാതിരിക്കുക എന്നുള്ളതാണ് കേട്ടോ. അതായത് നിങ്ങൾ യൂണിവേഴ്സ് നിങ്ങൾക്ക് ഇനി സപ്പോർട്ടീവായിട്ട് നിൽക്കണം എന്ന് ആഗ്രഹിച്ചാൽ പോലും നിങ്ങൾ ഇവിടെ നെഗറ്റീവ് തോട്ട്സും ഇമോഷൻസും ആണ് നിങ്ങളുടെ എനർജി ആയിട്ട് കൊടുത്തോണ്ടിരിക്കുന്നതെന്നുണ്ടെങ്കിൽ ആ ഒരു കാര്യമാണ് നിങ്ങളുടെ ലൈഫിലോട്ട് മാനിഫെസ്റ്റ് ആവുക. ഓക്കെ, യൂണിവേഴ്സിന് നിങ്ങൾക്ക് തഥാസ്തു പറയാൻ മാത്രമേ അറിയുള്ളൂ. നിങ്ങൾ എന്താണോ ആഗ്രഹിക്കുന്നത് അത് നടക്കട്ടെ എന്ന് മാത്രമേ പറയാൻ വേണ്ടി പറ്റുള്ളൂ. അപ്പൊ നിങ്ങളുടെ തോട്ട്സ് ഇമോഷൻസ് നെഗറ്റീവ് ആണെങ്കിൽ ഓക്കെ, ആ ഒരു നെഗറ്റിവിറ്റി തന്നെയാണ് നിങ്ങൾക്ക് ബ്ലെസ്സിങ്സ് ആയിട്ട് ലഭിക്കുക. അപ്പോൾ തഥാസ്തു എന്നാണ് പറഞ്ഞുകൊണ്ടിരിക്കുക. അത് നിങ്ങൾ ആഗ്രഹിച്ച കാര്യം, നിങ്ങൾ എന്താണോ ചിന്തിക്കുന്നത് അത് നടക്കട്ടെ എന്നാണ് പറയാം. അപ്പോൾ നിങ്ങൾ നെഗറ്റീവ് കാര്യങ്ങളാണ് ചിന്തിക്കുന്നത്, നെഗറ്റീവ് തോട്ട്സ് ആണ് കൊടുക്കുന്നത്, നെഗറ്റീവ് ഇമോഷൻസ് ആണ് കൊടുക്കുന്നത് എന്നുണ്ടെങ്കിൽ അത് തന്നെ നിങ്ങളുടെ ലൈഫിൽ വീണ്ടും റിപ്പീറ്റഡ് ആയിട്ട് നടന്നുകൊണ്ടിരിക്കും. ആ സമയത്ത് നിങ്ങൾ സന്തോഷത്തോടെയാണ് ഇരിക്കുന്നത്, നിങ്ങളുടെ റിലേഷൻ അതുപോലെ തിരികെ വരും എന്നുള്ള ഒരു കോൺഫിഡൻസ് നിങ്ങൾക്കുണ്ട്, നിങ്ങൾ ആ ഒരു ഹാപ്പിനെസ്സിലാണ് ഇരിക്കുന്നതെന്നുണ്ടെങ്കിൽ അത് തന്നെ ആയിരിക്കും നടക്കുക. ഓക്കെ, 3 ഓഫ് വാൺസ് എനർജിയാണ്. ഇവിടെ നിങ്ങളുടെ പേഴ്സണുമായിട്ടുള്ള റിലേഷനിൽ നിങ്ങളുടെ പേഴ്സൺ ഉറച്ചു നിൽക്കുന്ന ഒരു കണക്ഷനാണ് കാണിക്കുന്നത്. അവർ സ്ട്രോങ് ആയിട്ട് ഈ റിലേഷൻ വേണം എന്ന് ആഗ്രഹിച്ച് നിൽക്കുന്ന ഒരു എനർജിയാണ്. അവർ ഈ ഒരു റിലേഷൻഷിപ്പിൽ ഒരു
ഉറച്ച തീരുമാനം എടുത്ത് നിൽക്കുന്ന എനർജിയാണ്. അതായത് അവരങ്ങനെ ഈ റിലേഷൻ അങ്ങനെ പെട്ടെന്ന് വേണ്ടെന്ന് വെക്കാൻ അവർ ആഗ്രഹിക്കുന്നില്ല, അല്ലെങ്കിൽ ഇത് വേണ്ട എന്ന് ഒരു നമ്മളിപ്പം ഒരു റിലേഷനിൽ ഒരു കൺഫ്യൂസ്ഡ് ആയിട്ട് നിൽക്കുന്ന പേഴ്സൺ ആണെങ്കിൽ മാത്രമല്ലേ അത് വേണോ വേണ്ടയോ എന്നുള്ളൊരു പ്രശ്നം വരുന്നുള്ളൂ. പക്ഷെ നിങ്ങൾ പേഴ്സൺ സ്ട്രോങ് ആയിട്ട് ഈ റിലേഷനിൽ വന്നത് തന്നെ എനിക്കിത് ലൈഫ് ലോങ് വേണം എന്നുള്ള ചിന്തയിലാണ്. അതുകൊണ്ട് തന്നെ അവർ ഈ റിലേഷനിൽ ഇപ്പോഴും ഉറച്ചു നിൽക്കുന്നതായിട്ടാണ് കാണുന്നത്. ഇങ്ങനെ ഒരു പ്രശ്നം വന്നു അല്ലെങ്കിൽ രണ്ടുപേരും തമ്മിലൊരു സെപ്പറേഷനിലോട്ട് പോയി എന്ന് കരുതി ഇത് പെട്ടെന്ന് വേണ്ടെന്ന് വെക്കാൻ പറ്റുന്ന ഒരു പേഴ്സൺ അല്ല അവർ. കാരണം അവരത് അത്ര ആത്മാർത്ഥമായിട്ടാണ് ഈ റിലേഷൻ എടുത്തിട്ടുള്ളതെന്നാണ് കാണിക്കുന്നത്. നൈറ്റ് ഓഫ് കപ്സ് എനർജിയാണ്. നിങ്ങളുടെ പേഴ്സന്റെ ഭാഗത്തു നിന്ന് ഒരു കമ്മ്യൂണിക്കേഷൻ വരും എന്നുള്ളതാണ്, അവർ തിരികെ വരും എന്നുള്ളത് തന്നെയാണ് കാണിക്കുന്നത്. പക്ഷെ നിങ്ങൾ ആഗ്രഹിക്കുന്ന പോലെ ഒരു സ്പീഡപ്പ് ആയിട്ടുള്ള വരവ് ഉണ്ടാവില്ല, സാവധാനം മാത്രമേ വരുള്ളൂ. അവർ ഈഗോ പിടിച്ച് നിൽക്കുകയാണ്, അവർക്ക് ടൈം വേണം, അവരുടെ മനസ്സൊന്ന് കൂളാവണം, സമയം എടുക്കും അവർ തിരിച്ചു വരാൻ വേണ്ടിയിട്ട്. അതായത് നിങ്ങളൊന്ന് ടെൻസ്ഡ് ആവട്ടെ അല്ലെങ്കിൽ നിങ്ങളൊന്ന് പാഠം പഠിക്കട്ടെ എന്നുള്ള രീതിയിൽ കുറച്ച് സമയം എടുത്ത് വരാം എന്നുള്ള രീതിയിലാണ് അവരിപ്പോൾ മാറി നിൽക്കുന്നത് കേട്ടോ. അപ്പോൾ നമുക്ക് കുറച്ച് മെസ്സേജ് കാർഡ് നോക്കാം. ഫോളോ യുവർ ബ്ലിസ് എന്നാണ് കാണിക്കുന്നത്. അതായത് നിങ്ങൾ നിങ്ങളുടെ പ്രസൻസിൽ ജീവിക്കുക എന്നുള്ളതാണ്. നിങ്ങൾ ഒരുപാട് ഓവർ തിങ്ക് ചെയ്യാതെ പോസിറ്റീവ് മൈൻഡ് സെറ്റോടുകൂടി മുന്നോട്ട് പോവുക. നിങ്ങളുടെ ചെറിയ ചെറിയ സന്തോഷങ്ങളിൽ നിങ്ങൾ ഹാപ്പി ആയിട്ട് ഇരിക്കാൻ ശ്രമിക്കുക. ഓക്കെ, അപ്പൊ അങ്ങനെ ആകുമ്പോൾ നിങ്ങൾക്ക് നെഗറ്റീവ് ആയിട്ടുള്ള കാര്യങ്ങൾ ഇങ്ങനെ ചിന്തിച്ചു കൂട്ടാനുള്ള ടൈം ഉണ്ടാവില്ല. നിങ്ങൾ എപ്പോഴും ഹാപ്പി മൂഡിലായിരിക്കുകയും ചെയ്യും. ആ ഒരു ഹാപ്പിനെസ്സിനനുസരിച്ച് മുന്നോട്ട് ലൈഫ് ക്രിയേറ്റ് ആവുകയും ചെയ്യും. ഓക്കെ, ഡിവൈൻ ഗൈഡൻസ് എന്നാണ് കാണിക്കുന്നത്. യൂണിവേഴ്സിന്റെ ഗൈഡൻസ് ആയിട്ട് നിങ്ങൾ ഇതിനെ കാണുക. അതായത് ഈ റിലേഷനിൽ ഒരു പോസിറ്റീവ് ആയിട്ടുള്ള രീതിയിൽ നിങ്ങൾ മുന്നോട്ട് പോകുമ്പോൾ ഉറപ്പായിട്ടും ഒരു പോസിറ്റീവ് ആയിട്ടുള്ള ചേഞ്ചസ് ഉണ്ടാവും എന്നുള്ളത് നിങ്ങളൊരു ഡിവൈൻ ഗൈഡൻസ് ആയിട്ട് കാണാം. ഇപ്പൊ നിങ്ങൾ സോഷ്യൽ മീഡിയയിലൊക്കെ നിങ്ങൾ വെറുതെ എന്തെങ്കിലും വീഡിയോസോ കാര്യങ്ങളോ ഒക്കെ കാണുകയാണെങ്കിൽ നിങ്ങൾ ഒരു നെഗറ്റീവ് മൂഡിലാണെങ്കിൽ ചിലപ്പം ഫോൺ പോലും നിങ്ങൾക്ക് നെഗറ്റീവ് ആയിട്ടുള്ള കാര്യങ്ങളായിരിക്കും കൊണ്ടുതരാം. അപ്പൊ അങ്ങനെ അത് ചെയ്യാതെ ഒന്ന് ഹാപ്പി ആയിട്ട് ഇരിക്കാൻ വേണ്ടിയിട്ട് എന്തെങ്കിലും കോമഡി റീൽസോ കാര്യങ്ങളൊക്കെ കണ്ട് ഒന്ന് നിങ്ങളുടെ മനസ്സിനെ കൺവേർട്ട് ചെയ്യാൻ വേണ്ടി ശ്രമിക്കാം. ഓക്കെ, ആ സമയത്ത് സാഡ് ആയിട്ടുള്ള ഒരു സോങ് ഒക്കെ കേട്ടാണ് ഇരിക്കുന്നതെന്നുണ്ടെങ്കിൽ ആ ഒരു സോങ് കഴിയുന്നവരെ നിങ്ങൾക്ക് കരയാനായിരിക്കും സമയം ഉണ്ടാവുക. അപ്പൊ ആ സമയത്ത് എന്തെങ്കിലും ചില്ലായിട്ട് ഇരിക്കാൻ ശ്രമിക്കുക, കുറച്ച് ഹാപ്പി ആയിട്ട് ഇരിക്കാൻ ശ്രമിക്കുക. അതുപോലെ കുറച്ച് മോട്ടിവേഷൻ ഉള്ള കാര്യങ്ങൾ കേൾക്കാൻ വേണ്ടി ശ്രമിക്കുക. ഒരു പോസിറ്റീവ് വൈബിലോട്ട് നിങ്ങൾ കംപ്ലീറ്റ്ലി മാറുക. ഓക്കെ, അപ്പൊ നിങ്ങൾക്ക് ഈ ഒരു നെഗറ്റീവ് തോട്ട്സ് കുറച്ച് കൊണ്ടുവരാൻ വേണ്ടിയിട്ട് പറ്റും. അപ്പൊ നമുക്ക് കുറച്ച് ഏഞ്ചൽസിന്റെ മെസ്സേജ് കൂടി നോക്കാം. സക്സസ് എന്നാണ് കാണിക്കുന്നത്. റിലേഷന്റെ കാര്യത്തിൽ ഒരു പോസിറ്റീവ് ആയിട്ടുള്ള രീതിയിൽ റിലേഷൻഷിപ്പ് മാറ്റിക്കൊണ്ടുവരാൻ വേണ്ടി പറ്റും, ഒരു സക്സസ് ആക്കി എടുക്കാൻ പറ്റും നിങ്ങൾക്ക് ഈ റിലേഷൻ എന്നാണ് കാണിക്കുന്നത് കേട്ടോ. ഗെറ്റ് മോർ ഇൻഫർമേഷൻ എന്ന് കാണിക്കുന്നുണ്ട്. നിങ്ങൾക്ക് ഈ റിലേഷന്റെ കാര്യത്തിൽ കുറച്ച് പോസിറ്റീവ് ആയിട്ടുള്ള കാര്യങ്ങൾ നിങ്ങൾക്ക് അറിയാൻ വേണ്ടി സാധിക്കും എന്നുള്ളതാണ്. ഇവിടെ ചിലപ്പോൾ നിങ്ങളുടെ പേഴ്സന്റെ ഭാഗത്തു നിന്നുള്ള ഒരു പോസിറ്റീവ് സൈൻസ് ഒക്കെ നിങ്ങൾക്ക് കിട്ടാനുള്ള ചാൻസ് ഉണ്ട് എന്ന് കാണിക്കുന്നുണ്ട് കേട്ടോ. അപ്പൊ നമുക്ക് കുറച്ച് ക്ലൂസ് കൂടി നോക്കാം. 1992 ലെറ്റർ എം, ആയില്യം, തൃക്കേട്ട, ലെറ്റർ ഇ, 2000, പൂരം, ലെറ്റർ ടി, ഭരണി, 1993. അപ്പോൾ നിങ്ങൾക്ക് ഈ ഒരു റീഡിംഗ് ഇഷ്ടമാണെന്ന് വിചാരിക്കുന്നു. താങ്ക് യു.